വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വിവാഹത്തിന് ശേഷം ഒരു കപ്പിളുടെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ദിവസങ്ങളായിരിക്കും അല്ലേ? അതിനാണ് നമ്മൾ ഹണിമൂൺ ഡേയ്സ് എന്ന് വിളിക്കുന്നത് തന്നെ. എന്നാൽ ഈ ഹണിമൂൺ ഡേയ്സ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ഹണിമൂൺ ഡേയ്സ് തന്നെയായിട്ട് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഇന്ന് പലരുടെയും ഒരു കൺഫ്യൂഷൻസ്. ഇതാണ് നമ്മൾ ഇത്തവണത്തെ ചർച്ചാ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്, ഹണിമൂൺ ഡേയ്സ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇത് ഒരുപാട് എൻജോയ് ചെയ്ത വിവാഹത്തിന് ശേഷം ഉടനീളം ഇന്ന് വരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിളാണ് നമ്മളോടൊപ്പം ഓൺ സ്ക്രീനിലുള്ളത്. പോൾസൺ ചേട്ടനും എൽസ ചേച്ചിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിങ്ങളുടെ ആദ്യകാലത്ത് ആ ഹണിമൂൺ ഡേയ്സ് എങ്ങനെയായിരുന്നു എന്നൊന്ന് പ്രേക്ഷകരോടൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? ഹണിമൂൺ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ് ലൈഫിൽ തന്നെ. എന്നും മനുഷ്യർ ഓർത്തിരിക്കും, ഓരോ ദമ്പതികളെ ഓർത്തിരിക്കുന്ന ഒരു ടൈമാണ് ഹണിമൂൺ എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ സംബന്ധിച്ച് ആണെങ്കിൽ ഹണിമൂണിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ സാധാരണമായ രീതിയിലുള്ളതായിരുന്നു എങ്കിൽ പോലും ഏറ്റവും ബ്യൂട്ടിഫുൾ ടൈമായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ ആ സമയം എന്ന് പറയുന്നത്. ഇപ്പോഴും ഓർക്കുമ്പോഴും ഒരു 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 സന്തോഷവും ഒരു കുളിർമയൊക്കെ നമുക്ക് വരുന്നൊരു സമയമാണ്. കാരണന്മാർ പറയാറുണ്ട്, പ്രേമം ഹണിമൂൺ വരെയാണ്, അതിൻ്റെ ദിവസം വരെയാണ് അതിൻ്റെ ആയുസ് എന്ന് പറയാറുണ്ട്. പക്ഷേ ശരിക്കും അങ്ങനെ അല്ലല്ലോ. നമ്മുടെ സ്നേഹബന്ധങ്ങൾ എന്നും നിലനിൽക്കേണ്ട, മരണം വരെ നിലനിൽക്കേണ്ടതാണ്. അതിൽ ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത് തന്നെ. ഹണിമൂൺ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വളരെ ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞുകൊണ്ട് അങ്ങനെ നമുക്കതിനെ ഓർക്കാനും ഒന്നുമില്ല. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകൾ എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പരസ്പരം അറിയാനും എന്താ പറയുക, ഒരുപാട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എന്താ പറയുക, ഒരു ഐക്കോണായിട്ട് അതിനെ ഫോക്കസ് പോയിന്റ്, ഒരാളുടെ ഫുൾ ഫോക്കസ് പോയിന്റ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനാവുന്നു, എൻ്റെ ഭർത്താവിൻ്റെ ഫുൾ ഫോക്കസ് പോയിന്റ് ഞാനാവുന്നു. എൻ്റെ ഇഷ്ടങ്ങളും എന്നെ പാമ്പർ ചെയ്യാനും ഒക്കെ അതൊരു ഫ്രീഡമാണ്, ഒരു ബ്യൂട്ടിഫുൾ ടൈമാണ്. പ്രത്യേകിച്ച് നവദമ്പതിമാർക്കൊക്കെ ഉള്ള ഒരു കൺസേൺ ആണ് ഈ ആദ്യത്തെ ഈ ഒരു ഹണിമൂൺ ഫേസ് ഒക്കെ ഇനി ഉടനീളം ഉണ്ടാകുമോ നമ്മുടെ കൂടെ എന്നൊക്കെയുള്ളൊരു കൺസേൺ എല്ലാവരും വെറി ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങളൊരു എക്സ്പീരിയൻസിൽ ഇതൊന്ന് പങ്കുവെക്കാമോ? ഞങ്ങൾ ഈ ഒരു ഹണിമൂൺ ടൈം എന്ന് പറയുന്നത് അവിടം കൊണ്ട് തീരാതെ അത് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ചില എഫേർട്ടുകൾ, അതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ഞങ്ങൾ പല യാത്രകൾ പോകും. പ്രത്യേകിച്ച് ഒരു 1-2 വർഷമൊക്കെ കൂടുമ്പോഴത്തേക്ക് ഞങ്ങൾ മാത്രമായിട്ട്, മക്കളെല്ലാവരും ഉണ്ട്, ഫാമിലിയുണ്ട്, കാരണന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഞങ്ങൾ മാത്രമായിട്ടൊരു യാത്ര പോകും. അപ്പോൾ ആ സമയത്ത് കൂടുതൽ പരസ്പരം ഷെയർ ചെയ്യാനായിട്ട്, ആയിരിക്കാനും, ഒരുമിച്ചായിരിക്കാനും, ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ ആയിരിക്കാനായിട്ട്, ഒരുമിച്ചായിരിക്കാനുള്ള ഒരു സമയം ഞങ്ങൾ അതിനുവേണ്ടി മാറ്റി വെക്കാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഹണിമൂൺ ഡേയ്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഒരു കപ്പിൾ, ന്യൂലി വെഡഡ് കപ്പിൾ ആകുമ്പോൾ നമ്മൾ ഒത്തിരി അവർക്ക് സ്പേസ് കൊടുക്കും, അവരെ തനിച്ച് വിടും, നമ്മൾ ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യാറില്ല. അപ്പം അങ്ങനെ ആ ഒരു സമയം അപ്പം എനിക്കൊരു ഫിസിക്കലി മെൻ്റലി സ്പിരിച്വലി ഒക്കെ അവർ കൂടുതൽ സമയവും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ചിലവാക്കുന്ന ഒരു സമയമാണ്. ഇപ്പം ഞാൻ പലപ്പോഴും നമുക്ക് പറയാം, ഒരു കംപ്ലീറ്റ് ഒരു സർക്കിളിൽ ഒരു ഫാമിലിയിലായിരിക്കുമ്പോൾ പോലും ഇവർ രണ്ടാളും ഒരു മറ്റുള്ള ഇപ്പോൾ ചുറ്റുമുള്ള വേൾഡായിട്ട് ഇച്ചിരി കട്ട് ഓഫ് ആയിട്ടായിരിക്കും എപ്പോഴും ഇരിക്കുന്നത്. അത് കല്യാണം കഴിയുന്ന ആദ്യ നാളുകളിൽ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ കാണാമെന്നാണ്. ന്യൂലി വെഡഡ് കപ്പിൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും. എപ്പോഴും ഭർത്താവ് കഴിച്ചോ അല്ലെങ്കിൽ ഭാര്യ കഴിച്ചോ അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കുന്ന അവർ തമ്മിലായിരിക്കും. അങ്ങനെ ഒരു സമയം എല്ലാവരുടെയും ലൈഫിൽ, കല്യാണം കഴിച്ച എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. ഒട്ടും മുക്കാലും പേര്, എല്ലാവരുടെയും എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ എന്തായാലും ഉണ്ടായിരുന്നു, കാണുന്ന ചുറ്റുപാടിലും അങ്ങനെയുണ്ട്. അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ ടൈമാണ്. ഒത്തിരി സംസാരിക്കും. ചിലപ്പോൾ ഒരു പാർട്ട്ണർ സംസാരിക്കില്ലായിരിക്കും, അടുത്ത ആൾ കേൾക്കാറ്. ഇപ്പം ഞങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഒരുപാട് സംസാരിക്കും, ചേട്ടൻ കേൾക്കും. എന്നാലും ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കും. ഞാനിങ്ങനെ വാദോരാധാരം സംസാരിക്കും, ചേട്ടൻ കേൾക്കാനുള്ള ക്ഷമ കാണിക്കും, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പറയും. എന്താ പറയുക, പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയുക ഫിസിക്കലി നമ്മൾ ഒരു കോണ്ടാക്ട് വെക്കുന്ന ഒരു സമയമാണ് ഈ ഹണിമൂൺ ഡേയ്സിൽ. ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കും, ഫിസിക്കലി നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു സമയം, ഒരു ഇൻറ്റിമസി കണ്ടമാനം. അത് ഒത്തിരി നമ്മൾ അടുത്ത ആളെ അറിയാനും അവരുടെ ഇഷ്ടങ്ങളെ നമ്മൾ മനസ്സിലാക്കാനും പിന്നെ കൂടുതൽ പാമ്പർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും പാമ്പർ ചെയ്യുന്ന ഒരു സമയം. ഇതൊക്കെ പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ അത്
കുറഞ്ഞു വരുന്നൊരു ഡെയിലി റുട്ടീനായി മാറും ഈ പാമ്പറിങ്ങും ഇഷ്ടങ്ങളും സംസാരവും അങ്ങനെയുള്ളതൊക്കെ. അപ്പം ഇങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ഒരു വേ ഓഫ് കീപ്പിംഗ് ദാറ്റ് ഹണിമൂൺ ഇഫക്റ്റ്. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്നേഹം കുറഞ്ഞു വന്നു എന്ന് അറിയുന്ന ആ ഒരു നിമിഷത്തിൽ ആ സ്നേഹത്തെ തിരിച്ചു പിടിക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞങ്ങളായിട്ട് പങ്കുവെക്കാമോ? അതിന് ഒന്നാമതായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ള ഒരു കാര്യം, അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ പാർട്ട്ണർക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അത് സ്വാഭാവികമാണ്, ഏത് പാർട്ട്നേഴ്സിനെ തമ്മിലെടുത്താലും അവരുടെ നെഗറ്റീവ്സുകൾ ഇഷ്ടം പോലെ ആയിരിക്കും. പക്ഷേ പോസിറ്റീവുകൾ കുറേ ഉണ്ടാവും. നമ്മൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ പോസിറ്റീവിനെ ഓർത്ത്, ആ നന്മകളെ ഓർത്ത്, എൻ്റെ പാർട്ട്നേഴ്സിന് എന്നെ ഉള്ള നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമുക്ക് സ്ട്രഗിളുകൾ വരും. ഫൈറ്റില്ലാത്ത ഒരു കപ്പിളും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ കപ്പിളുകളും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാകും. ഫൈറ്റിൻ്റെ ആ ഹണിമൂണിൻ്റെ ചൂടും ആ ഒരു രസവും ഒക്കെ കുറയുമ്പം പയ്യെ നെഗറ്റീവുകൾ നമ്മളെ ആകർഷിക്കാൻ തുടങ്ങും. പാർട്ട്നേഴ്സിൻ്റെ നെഗറ്റീവുകളെ അത് കൂടി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫൈറ്റുകൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. ഈ ഫൈറ്റുകൾ നമ്മൾ ഉണ്ടാകുമ്പോൾ അത് വളരെ സാധാരണമായിട്ടൊരു സാധനമാണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ പാർട്ട്ണർക്ക് അവരുടെ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ അവർക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുള്ള കുറച്ച് മുറിവുകളോ അല്ലെങ്കിൽ കുറച്ച് വിഷമങ്ങളോ അത് ഇറക്കി വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് അത് എൻ്റെ പാർട്ട്ണറെ സംബന്ധിച്ച് എൻ്റെ അടുത്താണ് വഴക്ക് കൂടാനായിട്ട് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലം. അപ്പം ഞാനത് അനുവദിക്കണം. ഞാനത് അനുവദിക്കുന്നില്ലെങ്കിൽ അവരെവിടെ കൊണ്ട് കൊടുക്കും? ഒന്നെങ്കിൽ മക്കളുടെ അടുത്ത് അല്ലെങ്കിൽ കാരണവന്മാരുടെ അടുത്ത്. അത് വലിയൊരു പ്രശ്നത്തിലേക്ക് വരും. പക്ഷേ എൻ്റെ അടുത്ത് വഴക്ക് കൂടാൻ ഒരു സ്പേസ് ഞാൻ കൊടുക്കുന്നു. അവൾ കൂടിക്കോട്ടെ, എൻ്റെ അടുത്ത് അടി കൂടിക്കോട്ടെ, വല്ലപ്പോഴും ഒക്കെ കൂടിക്കോട്ടെ. പക്ഷെ ഞാനത് കുറച്ച് പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങിയൊക്കെ അതിന് ഞാൻ തന്നെ ഒന്ന് ശാന്തമാകേണ്ട അവസ്ഥയുണ്ട്. അത് പക്ഷേ ആ ഒരു ഫൈറ്റ് കൂടുതൽ കണ്ടിന്യൂ ചെയ്ത് പോകാതിരിക്കാനായിട്ട് നമ്മൾ ആ ദിവസം തന്നെ അത് തീർക്കാനായിട്ട് ശ്രമിക്കുക. ഒരു എഫർട്ട് ഇടുക. ആ എഫർട്ടിൽ അത് തീർന്നു പോയിക്കോളും. പിന്നെ എൻ്റെ ഒരു ഇതിൽ ഞാൻ ആദ്യമൊക്കെ ചേട്ടന് രാവിലെ ചായ കുടിക്കുന്നത് ഇങ്ങനെ ബെഡ് കോഫി അല്ലെങ്കിൽ അവിടെ ചായ ഇഷ്ടമാണ്. അപ്പം ഞാൻ ആദ്യമൊക്കെ ചായ കൊണ്ടേ കൊടുക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളതൊരു ഡെയിലി റൂട്ടീൻ, ഓക്കെ പുള്ളിക്ക് ചായ വേണം, രാവിലെ ചായ എടുത്തോണ്ട്. പക്ഷെ അത് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കണം എന്നൊരു നിർബന്ധം അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ ലവ്സ് ആ ഒരു സമയത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ കുറേ കഴിയുമ്പോൾ ഈ ഹണിമൂൺ എഫക്റ്റ് ഒക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കും ഇത് ഡെയിലി റുട്ടീനായി മാറുമ്പോൾ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ പേരൻസും എൻ്റെ ഇൻലോസും അവർക്ക് ഒരുപാട് എൻ്റെ പേരൻസ് ഉണ്ട്, ഇൻലോസ് രണ്ടുപേരും ഇല്ല. പക്ഷെ അവർ പ്രായമായിട്ട് ഇരിക്കുമ്പോഴും അവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവർക്ക് എങ്ങനെ ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ എൻ്റെ ലൈഫിൽ അത് പതുക്കെ ഇങ്ങനെ ഞാനും ജോലി ചെയ്യുന്നു, ചേട്ടനും ജോലി ചെയ്യുന്നു, പിള്ളേരെല്ലാം ഭയങ്കര ബിസി ലൈഫായപ്പം ഡെയിലി റുട്ടീൻ ആവാൻ തുടങ്ങിയപ്പം അതെനിക്ക് അതൊരു വിരസത തോന്നി തുടങ്ങി. ദാറ്റ് ഈസ് സംതിങ് റോങ്. അപ്പോൾ അതിനെ പിന്നെ ഞാൻ എടുത്തൊരു എഫേർട്ടാണ്, ഓക്കെ ചായ കൊടുക്കുമ്പോൾ ഹീ ലവ്സ് ദാറ്റ് മൊമെൻറ്റ്, ഞാനത് കൊണ്ടുപോയി കൊടുക്കുന്നത്, അത് ഇഷ്ടപ്പെടുന്നു, അത് അങ്ങനെ തന്നെയാണ്, എൻ്റെ സ്നേഹമാണ് അതിൽ ഞാൻ പ്രകടിപ്പിക്കേണ്ടത് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ. അതുപോലെ അങ്ങനെ ഓരോ കാര്യത്തിലും ഞാനത് തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ആ ഒരു ലൈഫ് ബാക്ക് ടു എന്താ പറയുന്നത് ആ ഒരു ഹണിമൂൺ എഫക്റ്റ് എപ്പോഴും ഞങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു കാര്യം കൂടെ, എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ വരുമ്പോഴും നമുക്ക് ഇത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നുപോയ സമയങ്ങൾ എല്ലാ ഫാമിലിയും കടന്നു പോകാറുണ്ട്. ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻലോസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടും വരുമ്പോൾ അത് താങ്ങാവുന്നതിനപ്പുറം വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്നേഹം എഫക്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഞാനും അതുപോലെ ഒരു അവസ്ഥയുടെ കടന്നു പോയൊരു സമയം ഉണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി, ഓക്കെ എനിക്ക് ആ ഒരു പഴയ ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ പഴയ ആ ഒരു എന്താ പറയുക ഓർക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ചേട്ടൻ ഓഫീസിൽ നിന്ന് വരുന്നു, ഓക്കെ ഐ വാസ് റിയലി പ്രിപ്പയർഡ്, ഓക്കെ ചേട്ടൻ വരും ഇപ്പം, അങ്ങനെ നോക്കിയിരിക്കുന്ന അങ്ങനത്തെ ഒരു എന്താ പറയുക ആ ഒരു എഫക്റ്റ് കുറഞ്ഞു എന്നെനിക്ക് തോന്നിയപ്പം അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു. എല്ലാത്തിനോടൊരു മടുപ്പും വിരസതയും ഒക്കെ തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി, വൈ ഗോഡ് അങ്ങനെ പാടില്ലല്ലോ. കാരണം ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാനായിട്ട് നീ ഞങ്ങൾക്ക് കൃപ തന്നെങ്കിൽ എന്തുകൊണ്ട് എനിക്കിവിടെ ഞാൻ ഒരു കാത്തിരിപ്പിനൊക്കെ ഒരു സുഖം കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ചേട്ടൻ്റെ പ്രസൻസ് എന്നെ ഒത്തിരി ഇതാക്കുന്നില്ല, എന്തുകൊണ്ട്?
അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ 10ാമത്തെ വിവാഹ വാർഷികത്തിന് ഞങ്ങൾക്ക് യാദൃശ്ചികമായിട്ട് ഞങ്ങൾക്ക് ഹോളി ലാൻഡിൽ പോകാനായിട്ടൊരു അവസരം കിട്ടി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കാനായിൽ, അത് ഞങ്ങൾ ഒരു 5-6 വർഷം മുന്നേ ഞങ്ങൾ വെറുതെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 10ാമത്തെ വാർഷികം നമുക്ക് ഹോളി ലാൻഡിൽ സെലിബ്രേറ്റ് ചെയ്യണം. നടക്കില്ല എന്ന് അറിയാം, പക്ഷെ എന്നാലും വെറുതെ അങ്ങനെ ഞങ്ങളൊരു ആഗ്രഹിച്ചൊരു കാര്യമാണ്. പക്ഷേ ദൈവം ഭയങ്കര വിശ്വസ്തരായതുകൊണ്ട് ഞങ്ങൾ അവിടെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ കാനായിൽ ഞങ്ങൾക്ക് കുർബാന കിട്ടി. അപ്പം അൾത്താരയിൽ എല്ലാ കപ്പിളിനെയും വിളിച്ച് നിർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ബ്ലെസ് ചെയ്തു. ആ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ദൈവം ഓർത്ത് വയ്ക്കുന്നു. നമ്മൾ മറന്നു പോകും, പക്ഷെ കർത്താവ് ഓർത്ത് വയ്ക്കും. അന്നേരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ നീ ഓർത്ത് വെച്ചു, ഞങ്ങളുടെ ഫാമിലി അവിടെ നിന്ന് എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ഒരു ആഗ്രഹം നീ സാധിച്ചു തന്നെ. പക്ഷെ എനിക്ക് ആ ഒരു ഫെയ്ത്ത്ഫുൾനെസ് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയത് പറഞ്ഞാൽ എനിക്ക് ആ ഒരു സ്നേഹം, പണ്ടുണ്ടായിരുന്ന ആ സ്നേഹം എനിക്കിപ്പം കുറഞ്ഞു പോയി. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് കർത്താവ് തന്നൊരു പ്രാർത്ഥനയായിരുന്നു. കാനായിലെ വിരുന്നിൻ്റെ സമയത്ത് മാതാവ് ഇടപെട്ട് വെള്ളം വീഞ്ഞാക്കി. അപ്പോൾ എനിക്ക് ആ ആൾത്താരയിൽ നിന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയായിരുന്നു, ഞങ്ങളുടെ സ്നേഹം ഇപ്പോൾ പച്ചവെള്ളമായിട്ടുണ്ട്, അതിനെ വീഞ്ഞാക്കി മാറ്റണം, അതിനെ ലഹരിയുള്ളതാക്കി മാറ്റണം. അത് കർത്താവിന് മാത്രമേ പറ്റുള്ളൂ. അതെനിക്ക് നല്ല ഉറപ്പുമുണ്ട്. കാരണം നമ്മുടെ ഓരോരുത്തരുടെ വിവാഹം ദൈവം ബ്ലെസ് ചെയ്തതാണെങ്കിൽ, ഒരു കൂദാശ വഴി ബ്ലെസ് ചെയ്യപ്പെട്ടതാണെങ്കിൽ അത് അവസാനം വരെ കൊണ്ടുപോകാനുള്ള കൃപയും ദൈവം തന്നെ തരും. അത് അന്ന് മുതൽ ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. സ്നേഹം കുറഞ്ഞു പോയെന്ന് തോന്നുമ്പം കർത്താവ് എനിക്ക് തന്ന പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ സ്നേഹത്തെ ഒരു പച്ചവെള്ളത്തിൽ നിന്ന് വീഞ്ഞാക്കി മാറ്റണേന്ന്. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും ലഹരിയാണ്. യെസ്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, ഒരുപാട് ഇവരുടെ ആ ഒരു ഹണിമൂൺ ഫേസും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും കൊതിയാവും അല്ലേ? ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമുക്ക് കേൾക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് ടോജൻ ചേട്ടനും മീനു ചേച്ചിയും അപ്പുറത്ത് ഒരു ഗസ്റ്റിനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നമുക്ക് അവരിലേക്ക് കിടക്കാം. ആരാണ് ഇന്നത്തെ നമ്മുടെ അതിഥി? ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ടിൻഡു ചേച്ചിയാണ്. ടിൻഡു സോണി, ഹസ്ബൻഡ് സോണി ചേട്ടൻ. 5 മക്കളാണുള്ളത്. അവർ എറണാകുളത്ത് താമസിക്കുന്നു. ചേച്ചി ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ചേച്ചി വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ രസകരമായ ടോപ്പിക്കാണ്, ചേച്ചിയും കേട്ട് കാണുമല്ലോ. അപ്പോൾ ഹണിമൂൺ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലൊരു ഒരു സെറ്റ് ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ ഡ്രീംസ് അല്ലെങ്കിൽ എന്തോ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വരും, കണ്ടതും കേട്ടതും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പലതും എനിക്ക് തോന്നുന്നു ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ചില മിസ്കൺസെപ്ഷൻസ്, അതായിരിക്കും എൻ്റെ വാക്ക്, മിസ്കൺസെപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? ഹണിമൂൺ ഡേയ്സ് എന്ന് പറയുന്നതിനേക്കാളും ഞാൻ കൂടുതലും അതിനെ കാണാൻ ഉദ്ദേശിക്കുന്ന ഹണിമൂൺ ഫേസ് എന്നാണ്. ശരിക്കും നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പിനും ഒരു ഹണിമൂൺ ഫേസ് ഉണ്ടല്ലേ, ആ തുടക്കത്തിലുള്ള ഒരു ഫേസ്. പ്രത്യേകിച്ച് മാരീഡ് കപ്പിൾസിന് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ മിസ്കൺസെപ്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത് വരുന്നത് അവരുടെ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്നായിരിക്കും. ഇപ്പം നമ്മളുടെ ബ്രെയിനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എവിടെ നിന്നൊക്കെയാണ് എന്താ പറയുക, ഈ മാരേജ് കഴിഞ്ഞാലുള്ള ആ ഹണിമൂൺ ഡേയ്സ് അല്ലെങ്കിൽ ആ ഹണിമൂൺ ഫേസിലുള്ള ദിവസങ്ങൾ എങ്ങനെ പോകണം എന്നുള്ളതിനെപ്പറ്റി അവർ നേരത്തെ റീഡ് ചെയ്ത സാധനങ്ങൾ, അവരുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. അത് വന്നത് ചിലപ്പോൾ അവർ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും. കൂട്ടുകാർ പറഞ്ഞു കൊടുത്ത ചില കഥകളിൽ നിന്നാവാം, അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുത്ത ചില ഐഡിയാസിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും എന്താ പറയുക ലൈഫ് സ്റ്റൈലിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ള ചില അവരുടെ റിലേഷൻഷിപ്പിൽ നിന്ന് കണ്ടിട്ടുള്ള ചില കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമുള്ള ഹീറോയും അഭിനയിച്ച സിനിമകളിൽ നിന്ന് അവർ രൂപപ്പെടുത്തിയെടുത്ത ചില ഐഡിയാസ് ആയിരിക്കാം. അപ്പം ഒരു കാത്തലിക് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു യുണീക്ക് ഫാമിലി ആയിട്ട് ഇവരെ രൂപപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം പലപ്പോഴും പലരും ഓർക്കത്തില്ല. അവർ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്, അതും കൺസെപ്റ്റ് എന്ന് പറയുമ്പം 2 പേർക്കും 2 കൺസെപ്റ്റുകൾ കാണും. അതായത് മെയിലിനും ഫീമെയിലിനുമുള്ള കൺസെപ്റ്റുകൾ വ്യത്യാസമായിരിക്കും അല്ലേ? 2 ഭാഗത്തുനിന്ന് 2 വരുന്നവർക്ക് 2 കൺസെപ്റ്റുകളായിരിക്കുമല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഏതാണ്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശവും ഒരാഗ്രഹങ്ങളുമൊക്കെ ഈ ഒരു ഹണിമൂൺ ഫേസിൽ ഉണ്ടാവാം. അപ്പം ആ ഒരു ക്രേസിലായിരിക്കും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് ചിലപ്പം പെൺകുട്ടികളൊരു തൻ്റെ വിവാഹം കഴിച്ച ആളൊരു യന്ത്രനെ പോലെ നമ്മൾ എന്ത് ചോദിച്ചാലും ചെയ്യുന്ന. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ അത് കൺസിഡർ ചെയ്യുന്നത് ചിലപ്പം കുറേ യാത്രകൾ ചെയ്യുന്നതായിരിക്കും ഹണിമൂൺ ഡേയ്സ് നല്ല സുന്ദരമാക്കാനുള്ള കാര്യമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ എന്താ പറയുക, കുറേ ക്രേസി ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതാവാം. അങ്ങനെ അവരുടെ ചില എന്താ പറയുക കൺസെപ്റ്റുകൾ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കാത്തലിക് ഫാമിലിക്ക് ഈ ഒരു കൺസെപ്റ്റുകൾക്കുപരിയാണ് അവരുടെ ആ ഒരു ഡേയ്സ് എന്നുള്ളതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഞാനൊരു വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഈ ന്യൂലി വെഡഡ് കപ്പിൾസ്
അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അതിനെപ്പറ്റി ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? നമ്മളപ്പോൾ പറഞ്ഞല്ലോ ഇതൊരു ഹണിമൂൺ ഫേസാണ്, അതൊരു ഇനിഷ്യൽ ഫേസാണ്. അപ്പം നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത് എപ്പോഴും അല്ലേ ആദ്യത്തെ ആ ഒരു ഫാൻറ്റസി ആയിട്ടുള്ള ചില കൺസെപ്റ്റുകളിൽ നിന്ന് നമ്മളുടെ കപ്പിൾസ് എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പ് ലവിലേക്ക് കയറി പിന്നെ അതൊരു അഗാപ്പെ ഒരു അൺകണ്ടീഷണൽ ലവിലേക്ക് പോകേണ്ട ഒരു റിലേഷൻഷിപ്പാണ് മാരേജ് എന്ന് പറയുന്നത് അല്ലേ. ഒരിക്കലും അത് ഒരു 6 monthsലെ ഒരു ഹണിമൂൺ ഫേസ് കഴിയുമ്പം അങ്ങ് ബ്രേക്ക് ആവാനുള്ളതോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആവാനുള്ളതൊന്നും അല്ല. അതൊരു ലൈഫ് ലോങ് നമുക്ക് വളരെ സൂപ്പറായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഹണിമൂൺ ഫേസിന് അല്ലെങ്കിൽ ഈ ഹണിമൂൺ ഡേയ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരിക്കും എപ്പോഴും നമ്മളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു മാരീഡ് ലൈഫിന് ശരിക്കും ലൈഫ് കൊടുക്കുന്നവരാണെങ്കിൽ, ലൈഫ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ടു ലൈഫ് ആണെങ്കിൽ, അതായത് നമ്മളുടെ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം രണ്ടു പേർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ഹണിമൂൺ ഫേസ് നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ദമ്പതികൾ തമ്മിൽ ചിന്തിക്കുകയാണ്, എന്താ പറയുക, നമ്മളുടെ എൻ്റെ ഓരോ എന്താ പറയുക മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും, ഇപ്പോൾ ആൺകുട്ടി പറയുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ചില സ്വഭാവ രീതികൾ, പെൺകുട്ടിയും പറയുകയാണ് എൻ്റെ സ്വഭാവ രീതികൾ, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഇവർ ഷെയർ ചെയ്യുന്നു. പക്ഷേ ഈ ഇഷ്ടങ്ങളാണൊരു അൾട്ടിമേറ്റ് ഇതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കൂടി ചേർന്ന് കഴിയുമ്പം ഒരു പുതിയ ജീവിതം ആരംഭിക്കുമ്പം ഈ ചില ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും, ചില ഇഷ്ടങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾക്കൊന്ന് എന്താ പറയുക പോസിറ്റീവ്ലി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം. അങ്ങനെ ഗ്രോ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഓപ്പൺ ടു ലൈഫ് അല്ലെങ്കിൽ ജീവൻ ലൈവ്ലി ആക്കാനുള്ള, നമ്മുടെ റിലേഷൻഷിപ്പ് ലൈവ്ലി ആക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ആക്റ്റീവായിട്ടൊരു ലിസണർ ആവാൻ നമുക്ക് പറ്റും. നമ്മൾ യാത്ര ചെയ്തോളൂ, നമ്മൾ എൻജോയ് ചെയ്തോളൂ, നമ്മൾ സന്തോഷിച്ചോളൂ. പക്ഷേ ഈ ഒരു സമയത്ത് എൻ്റെ പാർട്ട്ണറിന് പറയാനുള്ളത് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയങ്ങളിൽ ലിസൺ. കാരണം നമ്മൾ മിക്കവാറും ഈ മൊബൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഹറിബറി ആയിട്ടുള്ള ലൈഫായിരിക്കും. ചിലപ്പം പറയുന്നത് പലതും നമ്മൾ വളരെ ആബ്സെൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ കേൾക്കുന്നത്, നമ്മൾ മൊബൈലിൽ നോക്കിക്കൊണ്ട് പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ആക്റ്റീവായിട്ടൊരു ലിസണർ ആവാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചില നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് ഈ ഒരു ഫേസിൽ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ദമ്പതികൾ തീരുമാനിക്കാം, നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുരുഷൻ്റെ വഴി പ്രാർത്ഥിക്കാനൊന്നുമല്ല നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ സമ്പൂർണ്ണ ജപമാല പ്രാർത്ഥിച്ച് തീർക്കാനൊന്നുമല്ല പറയുന്നത്. പക്ഷേ എന്നാലും ഒരു ചെറിയ ഒരു പ്രാർത്ഥനയെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ നമ്മൾ കിടക്കാവുള്ളൂ. ഇപ്പം നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ കണ്ടിന്യൂ ചെയ്യുന്ന ലൈഫിൽ ഇതൊന്ന് ബ്രേക്ക് ആയാൽ പോലും നമുക്ക് പേടിക്കേണ്ട. കാരണം നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താമല്ലോ, ആർക്കെങ്കിലും ദമ്പതികൾക്ക് ഓർമ്മപ്പെടുത്താം, നമ്മൾ അന്ന് ഇനീഷ്യൽ ലെവലിൽ ഇങ്ങനെയൊക്കെ ചെയ്തായിരുന്നല്ലോ, നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്താലോ എന്നൊരു സജഷൻ വെക്കാൻ പറ്റുമ്പം ഇത് ആദ്യമേ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. പിന്നെ നമ്മൾ ഓപ്പൺ ടു ലൈഫ് എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം, നമ്മളുടെ ഒരു മൈൻഡ് എൻ്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നിൻ്റെ ഈഗോ അങ്ങനത്തെ ഒരു സംഭവമല്ല. ആ കോൺഫ്ലിക്റ്റ് വരാതെ മേ ഐ ഹെൽപ്പ് യു, ഞാൻ സഹായിക്കട്ടെ, എൻ്റെ വീടിൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനനുസരിച്ച് എല്ലാം കൂടെ മുഴുവനിൽ നീ അങ്ങോട്ട് ഇതാവാൻ വേണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളും ഭാര്യയുടെ സാഹചര്യങ്ങളും അവളുടെ പോസിറ്റീവ്സും അവൻ്റെ പോസിറ്റീവ്സും അവരുടെ കുറവുകളും അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ചില കാര്യങ്ങളിൽ ഗ്രോ ചെയ്യാൻ പരസ്പരം സഹായിക്കാനും, അപ്പോൾ അങ്ങനെ ഒരു മേ ഐ ഹെൽപ്പ് യു ആറ്റിറ്റ്യൂഡ് നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു ഫേസിൽ നമുക്കെല്ലാം ഒന്നും സാധ്യമല്ല. കാരണം ഒത്തിരി പരാജയങ്ങളൊക്കെ നമുക്ക് സംഭവിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഫേസായിട്ട് ഇതിനെ മാറ്റുവാണെങ്കിൽ ശരിക്കും നമ്മളുടെ ആ ഒരു ലവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് ഗ്രോ ചെയ്ത് നമുക്ക്, കാരണം നമ്മൾ പെട്ടെന്ന് നിർത്താൻ വേണ്ടിയുള്ള റിലേഷൻഷിപ്പ് അല്ല ഇത്, നമ്മൾ വളരെ ഒരു അൺകണ്ടീഷണൽ ലെവലിലേക്കും നമ്മൾ തമ്മിൽ വലിയൊരു കവനൻ്റ് ഒരു ഉടമ്പടി പോലെ വളരെ എന്താ പറയുക സ്ട്രോങ് റിലേഷൻഷിപ്പ് ആകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏറ്റവും തുടക്കത്തെ പരിശ്രമം ആയതുകൊണ്ട് ഏറ്റവും നന്നാവുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഹണിമൂൺ ഫേസ് അല്ലെങ്കിൽ ഈ ഒരു ഹണിമൂൺ ഡേയ്സ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ചേച്ചി പറഞ്ഞു അഗാപ്പെ ലവ്. ഈ ഒരു അഗാപ്പെ ലവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒന്ന് ഷെയർ ചെയ്യാവോ? അഗാപ്പെ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹമാണ്, വ്യവസ്ഥകളില്ലാത്തൊരു സ്നേഹമാണ്. നമുക്ക് ചോദിക്കുമ്പം ഇത് സാധ്യമാണോ, ഇത് പോസിബിൾ ആണോ? പക്ഷെ ഇത് പോസിബിൾ ആവുന്നത് ഈ അഗാപ്പെ ലവ് നിറച്ച ഒരാൾ നമ്മുടെ മധ്യത്തിൽ ഉള്ളപ്പോഴാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കാത്തലിക്സ് ആയിട്ടുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം, നമ്മൾ മാരേജ് ചെയ്യുന്നത് 3 പേരാണെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. നമ്മളുടെ നടുക്ക് ക്രിസ്തു ഉണ്ട്. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണ്, ഒരു രക്ഷയില്ല. ഈ സ്നേഹം നമ്മൾ എപ്പോൾ റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ നടുക്ക് ഈ ആളുണ്ട് എന്നുള്ള ബോധം വരികയും ഇദ്ദേഹത്തിൽ നിന്ന് സ്നേഹം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആദ്യത്തെ നാളുകളിലും പിന്നീട് വിവാഹത്തിൻ്റെ നാളുകൾ നീളുന്ന സമയത്തൊക്കെ നമുക്ക്
ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഒരുപാട് ഈഗോ ക്ലാഷസ് ഉണ്ടാവും, ഇത് വേണ്ടായിരുന്നു എന്നുള്ള ചിന്തയെല്ലാം വരും. പക്ഷേ ഇത് ഷെയർ ചെയ്യാൻ, ഇതിനെല്ലാം സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സ്നേഹമുള്ള, ഇതിനൊക്കെ പരിഹാരമുള്ള, അല്ലെങ്കിൽ ഈ ചോർന്നു പോകുന്ന സ്നേഹമൊക്കെ ഒന്ന് നമുക്ക് ഒഴുക്കിത്തരാൻ, നമ്മുടെ ജീവിത പങ്കാളിയെ ആ കുറവോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന, സ്നേഹം ഒഴുകുന്ന ഒരു ഹൃദയമുള്ള ഈ മൂന്നാമത് നിൽക്കുന്ന ഈ വ്യക്തിയിലേക്ക് നമ്മൾ നോക്കുകയും ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ അഗാപ്പെ ലവിലേക്ക് നമുക്ക് വരാൻ പറ്റും. അത് സ്ലോലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിനിറ്റെങ്കിലും 2 മിനിറ്റെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ നമ്മൾ കിടക്കുകയുള്ളൂ. അല്ലെങ്കിൽ രാവിലെ എന്ത് പ്രശ്നമുണ്ടായാലും വൈകിട്ട് കുറച്ച് നേരമെങ്കിലും നമ്മളൊന്ന് സംസാരിച്ചതിന് ശേഷം ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു തീരുമാനം എടുക്കുക. നമുക്ക് വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പോകാം എന്നുള്ളൊരു തീരുമാനം, നമുക്ക് ബലി മുടക്കരുത് എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ, ഇടയ്ക്കെങ്കിലും ഒക്കെ പറ്റുമ്പോൾ നമ്മളൊരു അഡോറേഷൻ ചാപ്പലിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നത്, എൻ്റെ ഇത് സമാനമായ പ്രോബ്ലങ്ങളിലൂടെ കടന്നു പോകുന്ന കൂട്ടുകാരെ കാണാനാണ് നമുക്കൊക്കെ കൂടുതൽ എന്താ പറയുക ഒരു വ്യഗ്രതയുള്ളത്. അവർ എന്തെങ്കിലും സൊല്യൂഷൻ തരും, അല്ലെങ്കിൽ ഇത് സൊല്യൂഷൻ തരാൻ പറ്റുന്ന വേറെ വല്ല ആൾക്കാരുമായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പേരൻസിനോടും, അങ്ങനെ ഒത്തിരി പേരോടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാമായിരിക്കും. പക്ഷേ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമുക്ക് ആദ്യം ചെന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ ഒരുമിച്ച് ദൈവത്തോട് സംസാരിക്കാം എന്നൊരു തീരുമാനം എടുക്കുമ്പം, നമ്മളത് വിവാഹം കഴിയുമ്പം ഈ ജീവിത പങ്കാളി എന്നുള്ളൊരു സാഹചര്യം മാത്രമല്ല, ഇനീഷ്യലി നമുക്ക് വരുമ്പം പല ഡിഫറെൻറ്റ് ഏരിയാസാണ് അല്ലേ, നമ്മളുടെ റിലേറ്റീവ്സും എല്ലാവരും, നമ്മളുടെ സിബ്ലിങ്സും ഫ്രണ്ട്സും എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ സറൗണ്ടിങ്സിനെ എല്ലാം, നമ്മളെ എല്ലാവരെയും ഇണക്കിക്കൊണ്ട് പോകാനുള്ളൊരു ഐക്യം പ്രാക്ടീസ് ചെയ്യാനും നടുക്ക് നിൽക്കുന്ന ദൈവത്തെ കൂട്ടുപിടിക്കുമ്പോൾ സാധ്യമാകും. സോ അങ്ങനെ ആയിരിക്കണം നമുക്ക് ആ ഒരു അൺകണ്ടീഷണൽ ലവിലേക്ക്, ഒരു അഗാപ്പെ ലവിലേക്ക് നമ്മൾ വരേണ്ടത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു ചേച്ചി. തിരിച്ച് ഞാൻ റിയ. നമുക്കിനി ഫിലിപ്പൈൻസിൽ നിന്ന് അച്ഛന് ഇതിനെക്കുറിച്ച് എന്താ സംസാരിക്കാനുള്ളതെന്ന് കേൾക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹണിമൂൺ ഡേയ്സ് അല്ലെങ്കിൽ ഹണിമൂൺ ഫേസ്, ഇതൊരു ദിവസത്തെയോ ഒരു മാസത്തെയോ അല്ല, പക്ഷേ ഒരു വർഷത്തേക്ക് നമുക്ക് ഹണിമൂൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു വർഷം എല്ലാം പുതുമയുള്ള കാര്യങ്ങൾ, പുതിയ 2 വ്യക്തികൾ, പുതിയ വീട്, പുതിയ ബന്ധുക്കൾ. ഹണിമൂൺ ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കുള്ള ഒരു മൊത്തത്തിലുള്ള വലിയ സങ്കല്പം എന്നൊക്കെ പറഞ്ഞാൽ കുറേ യാത്ര ചെയ്യുക, പണ്ടൊക്കെ ആണെങ്കിൽ ഊട്ടി പോവുക, മൈസൂർ പോവുക, അല്ലെങ്കിൽ കൊടൈക്കനാൽ പോവുക, ഇപ്പോഴാണ് മൂന്നാർ പോവുക, അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ അപ്പുറത്തെ കുളു മണാലി, അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലൊക്കെ പോവുക. അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഈ ഒരു ഹണിമൂൺ ഡേയ്സ്. അപ്പോൾ യാത്രയാണ് പ്രധാനമായിട്ടും എല്ലാവരും മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, എന്തിനാണ് ഈ യാത്ര അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ? ഒറ്റ ഇൻറ്റൻഷനുള്ള ഹണിമൂൺ ഡേയ്സിന് വ്യക്തിയെ അറിയുക, കൂടെ ആയിരിക്കുക, മാക്സിമം സമയം ടുഗെദർ സ്പെൻഡ് ചെയ്യുക, പരസ്പരം മനസ്സിലാക്കുക, പരസ്പരം അറിഞ്ഞ് വളരുക. ഇതാണ് ഹണിമൂൺ ഡേയ്സിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. ദൈവത്തിൽ ഒന്നായിട്ട് വളരുക. ഇത് അതുവരെയുള്ള എല്ലാം തിയറിയായിരുന്നേ. നമുക്ക് കല്യാണം ഒരുക്കം വരെയുള്ള എല്ലാം തിയറികൾ. ഇവിടെ ശരിക്കും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരുങ്ങുകയാണ്. പ്രാക്ടിക്കൽ പരീക്ഷയിൽ നമ്മൾ എഴുതാൻ പോവുകയാണ്. അറിയാലോ, നമുക്ക് പലപ്പോഴും അബദ്ധം പറ്റുന്ന തിയറി മുഴുവൻ പഠിച്ചിട്ടും പ്രാക്ടിക്കൽ പരീക്ഷയിൽ തോറ്റുപോകുന്ന ദുരന്തമാകുന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷയിൽ എങ്ങനെ നമുക്ക് ജയിക്കാം എന്നുള്ളതിൻ്റെ ചെറിയ ചില ടിപ്സുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നിങ്ങളെ ആദ്യ ദിവസങ്ങളിൽ കൊടുക്കുന്ന ഫസ്റ്റ് ഇംപ്രഷൻ അതൊരു ലാസ്റ്റിംഗ് ഇംപ്രഷനാണ്, ഒരു പെർമനൻറ്റ് ഇംപ്രഷൻ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്ക്, പ്രവൃത്തി, സംസാരം, നിങ്ങളുടെ ഇവാലുവേഷൻ എല്ലാം ബോധപൂർവ്വം ആയിരിക്കട്ടെ. മണ്ടത്തരങ്ങൾ ഒപ്പിക്കരുത്. അതിനർത്ഥം നിങ്ങൾ മുഖം മൂടി ഇട്ടിട്ട് വളരെ ആർട്ടിഫിഷ്യലായിട്ട് പെരുമാറണം എന്നുള്ളതല്ല, മറിച്ച് വളരെ കെയർഫുൾ ആയിരിക്കണം. പ്രേയർഫുള്ളും കെയർഫുള്ളുമായാൽ നിങ്ങളുടെ ഹണിമൂൺ ഡേയ്സ് സൂപ്പറായിരിക്കും. അപ്പോൾ എങ്ങനെ ഇത് കെയർഫുൾ ആകാം? പ്രത്യേകിച്ച് നിങ്ങൾ ഈ ആദ്യ ദിവസങ്ങൾ കുറേ സംസാരിക്കുമല്ലോ, പരസ്പരം അറിയാൻ വേണ്ടി സംസാരിക്കുമല്ലോ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എസ്പെഷ്യലി ഗേൾസ്, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നിങ്ങൾ ബോയ്സിനോട് പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ഒരു ബോയ്ക്ക് നിങ്ങളെ മനസ്സിലാവുന്നത്? അതുപോലെ തന്നെ ബോയ്സ് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, സ്റ്റൈലുകളൊക്കെ പറയണം, കുറേ സംസാരിക്കണം. ഫ്രണ്ട്സിനെ പറ്റി, ഇഷ്ടങ്ങളെപ്പറ്റി, യാത്രകളെപ്പറ്റി എല്ലാം സംസാരിക്കണം. സംസാരിച്ചൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തണം. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താ? വിശ്വാസം. ദയവ് ചെയ്ത് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു ബെഡ്റൂമിൻ്റെ ആ 4 ചുവരുകൾക്കപ്പുറം പോവില്ല, കളയില്ല, പങ്കുവെക്കില്ല എന്നൊരു വിശ്വാസം നിങ്ങൾ കൊടുക്കാൻ പറ്റണം. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയാം, പഴയ ആട് പോലെ. അത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം ആദ്യ ദിവസങ്ങളിൽ തന്നെ. നിങ്ങൾക്ക് ഉറപ്പാണ് ഈ വ്യക്തി എനിക്ക് വിശ്വസിക്കാം. അല്ലാതെ ചില കാര്യങ്ങൾ, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഒരു അനുഭവം ഓർക്കുന്നുണ്ട്. ഇവൻ എന്ത് പറഞ്ഞാലും അന്നേരം തന്നെ വിളിച്ച് അവളുടെ അമ്മയോട് അല്ലെങ്കിൽ അവളുടെ അനിയത്തിയോട്, അവളുടെ സുഹൃത്തുക്കളുടെ പങ്കുവെക്കലാണ് പരിപാടി. അതുകൊണ്ട് തന്നെ ഇവൻ പറയുകയാണ്, എനിക്ക് അവരുടെ മുമ്പിലുള്ള എൻ്റെ ഇമേജ് എന്താ, എൻ്റെ മനുഷ്യനെ നഗ്നനായിട്ട് കാണിച്ചു കൊടുക്കുമല്ലോ ആ വ്യക്തിയെ. അതായത് ഇതിനെപ്പറ്റി ഒരു വചനമുണ്ടല്ലോ,
ഈ പിതാവായ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിന് ശേഷം അവർ അതിനെപ്പറ്റി പറയുന്നുണ്ടല്ലോ, ആദവും ഹവ്വായും നഗ്നനായിരുന്നു, പക്ഷേ അവർ ലജ്ജാവരായിരുന്നില്ല, അവർക്ക് നാണം തോന്നിയില്ല അവർ നഗ്നരായിട്ട്. അതാണ് ശരിക്കും ഈ ഹണിമൂൺ ഡേയ്സിന് പ്രത്യേകം. നിങ്ങൾ പരസ്പരം അറിയുകയാണ്, അപ്പോൾ പങ്കുവെക്കുകയാണ്, ബന്ധം ബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തി, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും അതിന് കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. നിങ്ങളുടെ വീട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ പങ്കുവെക്കാനുള്ളതല്ല. അല്ലെങ്കിൽ 2-3 പേര് കൂടി ചിലപ്പോൾ നമ്മൾ വല്ല മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അത് ചില തമാശകളൊക്കെ ഉണ്ടാവും, ചില വളിപ്പുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കുടുംബം മുഴുവൻ ഒന്നിരിച്ചിരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയെ ഒരാക്കി പറഞ്ഞുകൊണ്ട് ഈ തമാശകളൊക്കെ പൊട്ടിക്കുകയാണെങ്കിൽ പിന്നീട് ഭാര്യ എന്തെങ്കിലും തുറന്നു പറയുമോ? അതുകൊണ്ട് വിശ്വാസം ബിൽഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട സമയമാണ്. യു നീഡ് കെയർഫുൾ ആൻഡ് പ്രേയർഫുൾ അറ്റൻഷൻ റിഗാർഡിങ് ദിസ്. അതാണ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ രണ്ട് കൾച്ചറിൽ വളർന്ന ആൾക്കാരല്ലേ. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു വലിയ ട്രാഫിക് ഐലൻഡിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമുണ്ടല്ലോ, സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ്. അതാണ് ഈ സമയത്ത് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ സ്റ്റോപ്പ്. നിങ്ങൾ വേറെ ലൈഫ് സ്റ്റൈലിൽ സാഹചര്യം വേറെ പേസിലുണ്ടായിരുന്ന ആളാണ്, നിങ്ങൾ പുതിയ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നേക്കാണ്. നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾക്ക് വഴി അറിയില്ല, ഡെസ്റ്റിനേഷൻ അറിയില്ല, ഒന്നും അറിയില്ല. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ GPS സെറ്റ് ചെയ്യുക, നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യുക. അത് പരിശുദ്ധാത്മാവായിരിക്കട്ടെ. പരിശുദ്ധാത്മാവോട് ചോദിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക. വിവാഹത്തിന് ആദ്യ ദിവസം മുതൽ പരിശുദ്ധാത്മാവിനെ കൂട്ടായിട്ട് പിടിക്കുക. മണ്ടത്തരങ്ങൾ നല്ലൊരു ശതമാനം ഒഴിവാക്കാം, കൺഫ്യൂഷൻസ് നല്ലൊരു ശതമാനം ഒഴിവാക്കാം. ഇതിങ്ങനെ നമ്മൾ പഴയ നമ്മുടെ വടക്ക് നോക്കി എന്നൊരു സിനിമയുണ്ടല്ലോ, നമ്മുടെ ഹണിമൂൺ ഡേയ്സ് ഒക്കെ നല്ല വൃത്തിക്ക് കാണിച്ചു തന്ന സിനിമ. ശ്രീനിവാസൻ അതിനകത്ത് കൂട്ടുകാരുടെയൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് തമാശ ഇഷ്ടപ്പെടുന്ന ഭാര്യ എന്നറിഞ്ഞിട്ട് പഴയ മനോരമയും മംഗളമൊക്കെ വായിച്ചെടുത്തിട്ട് തമാശയൊക്കെ പൊട്ടിച്ച് അപ്പോൾ ബാർബർ 2 കട്ടിങ് 3 ഷേവിങ് എന്നൊക്കെ വെക്കുന്ന പഴയ തമാശ ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അവിടെ വല്ല യേശുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവോട് ചോദിക്കുക, ഏതൊക്കെയാണ് എവിടേക്കാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന്, ഏതൊക്കെ തമാശയാണ് പൊട്ടിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാട് കുറേ കൺസൾട്ടേഷൻസ് കാണുക, കുറേ ആൾക്കാർ പറഞ്ഞുതരാൻ കാണും. അവരല്ല ആദ്യം കേൾക്കേണ്ടത്, ആദ്യം പരിശുദ്ധാത്മാവിനെ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും അവിവേകങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ ഒബ്സേർവ് ചെയ്യുക. നമ്മൾ പറഞ്ഞ സ്റ്റോപ്പ്, ലുക്ക് മീൻസ് ഒബ്സേർവ്. എന്തിനാണ് ഒബ്സർവ് ചെയ്യുന്നത്? ഒബ്സർവ് ചെയ്യുന്ന കണ്ടം ചെയ്യാൻ വേണ്ടിയല്ലോ. ഇവൻ്റെ സബ് സ്റ്റാൻഡേർഡാണ്, ഞാൻ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡൊന്നും ഈ ഭർത്താവിനില്ല കേട്ടോ, സംസാരമൊന്നും പോരാ കേട്ടോ, വീട്ടുകാരൊക്കെ ഒരു ലോ റേഞ്ചാണ്, അവൻ്റെ കൂട്ടൊക്കെ ഇത് നമ്മൾ കണ്ടം ചെയ്യാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ നശിപ്പിക്കാനോ വേണ്ടിയല്ല, മറിച്ച് അറിയാൻ വേണ്ടിയാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം നോക്കി മനസ്സിലാക്കുക, നിശബ്ദമായി നോക്കി മനസ്സിലാക്കുക. പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരാളെ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മറ്റേ ആളുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കലല്ലോ ദാമ്പത്യം. 2 പേരുടെ ഇഷ്ടങ്ങളെ അറിഞ്ഞ് ആ 2 ഇഷ്ടങ്ങൾ തമ്മിൽ ചേർത്തുകൊണ്ട് പോകാനുള്ള പരിശ്രമമാണല്ലോ ദാമ്പത്യം. അത് ഹണിമൂൺ ഡേയ്സിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം കേട്ടോ. പരസ്പരമുള്ള വിധിവാചകങ്ങൾ ആദ്യ സമയങ്ങളിൽ ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഈ വ്യക്തിയുടെ ചില സ്വഭാവ സവിശേഷതകളെ പറ്റി, കുടുംബക്കാരെ പറ്റിയുള്ള വിധിവാചകങ്ങൾ, അതൊക്കെ അൾട്ടിമേറ്റ് ഇഫക്റ്റ് ഉണ്ടാക്കും. ജീവിതാവസാനം വരെ ഉണങ്ങാത്ത മുറിവുകളായിട്ട് അവശേഷിക്കും ജീവിതത്തിൽ. അതുകൊണ്ട് പ്ലീസ് ഒബ്സർവ്, നോട്ട് ജഡ്ജ് ഓർ കണ്ടം. അതാണ് രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സെക്ഷൽ ലൈഫിനെ പറ്റിയുള്ളതാണ്. അടുത്തിടെ ഇറങ്ങിയ ഒരു മനോഹരമായ സിനിമയുണ്ടായിരുന്നു, കെട്ടിയോളാണ് എൻ്റെ മാലാഖ. വളരെ മനോഹരമായിട്ട് മലയാളിക്കുണ്ടാവുന്ന സ്വാഭാവികമായി ഉണ്ടാകുന്ന കുറേ മണ്ടത്തരങ്ങൾ ഈ സിനിമ ഒന്ന് പൊളിച്ച് കാണിച്ചിരുന്നു. പലപ്പോഴും നമുക്ക് ഒന്നുകിൽ ഈ ലൈംഗിക മേഖല അറിവ് കാണില്ല, അല്ലെങ്കിൽ പൊട്ടയായ അറിവുകളുടെ നിറകുടവുമായിരിക്കും ഇത് രണ്ട്. പിന്നെ നമുക്കിതൊക്കെ പറഞ്ഞു തരാൻ കുറേ സുഹൃത്തുക്കളും കാണും, എല്ലാത്തിലും PhD എടുത്തെന്ന് വിചാരിക്കപ്പെടുന്ന സുഹൃത്തുക്കൾ. ഇത് വലിയൊരു അപകടമാണ്. വിവാഹത്തിന് ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പോൺ വെബ്സൈറ്റുകൾക്കൊക്കെ അടിമയാടി പോയിട്ട് ഇതൊക്കെ ഈ പൊട്ടപ്പടങ്ങളും തുണ്ടുപടങ്ങളൊക്കെ കണ്ടതിൻ്റെ പേരിൽ അതാണ് സെക്ഷുവാലിറ്റി എന്ന് വിചാരിച്ചിട്ട് അബദ്ധങ്ങൾ കാണിച്ച് ഭാര്യ റേപ്പ് ചെയ്ത ജീവിതാവസാനം വരെ ആ മുറിവുകളിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ വിവാഹബോധത്തിലേക്കൊക്കെ പോകുന്ന ഒത്തിരി കഥകളുണ്ട്. അതുപോലെ ഭാര്യയ്ക്കും ഈ മേഖല അറിവുകളൊന്നും ഇല്ലാത്തതിന് പേരിലൊക്കെ മാനസികമായിട്ട് പ്രശ്നങ്ങളും തകർച്ചകളൊക്കെ ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ അറിവ് നേടാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് പറ്റാവുന്ന ഈ നല്ല സോഴ്സിൽ നിന്ന്. അതുകൊണ്ട് പ്ലീസ് നോട്ട്, ഏതൊക്കെ ക്ലാസ്സൊക്കെ മുങ്ങിയാലും ഏതൊക്കെ ധ്യാനത്തിന് ഉറങ്ങിപ്പോയാലും ദയവ് ചെയ്ത് വിവാഹ ഒരുക്ക ധ്യാനത്തിനെങ്കിലും ഉറങ്ങാതിരിക്കണം കേട്ടോ, മുങ്ങാതിരിക്കണം കേട്ടോ. കാരണം അവിടെ ഇതിൻ്റെ ചില ബേസിക്കുകളൊക്കെ വളരെ വൃത്തിയായിട്ട് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു മെൻ ആൻഡ് വുമൻ സൈക്കോളജി നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ, ലൈംഗികത, അതെല്ലാ കാര്യങ്ങളും ഏറ്റവും ചെറിയ കാര്യങ്ങൾ വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട്, എക്സ്പെർട്ടീസിനെ വെച്ചുകൊണ്ട്. ഞാൻ അടുത്തിടെ എൻ്റെ പഠിത്തമായിട്ട് ബന്ധപ്പെട്ട് കുറേ യങ് കപ്പിൾസിനെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ ചില കേട്ട കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെയും ഒത്തിരി ഈ യങ് കപ്പിൾസിനെ പറ്റി അഭിമാനം തോന്നുന്ന ഷെയറിങ്സ് ഉണ്ടായിരുന്നു. ചിലർ പറയാണ്,
അവർ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവർ ആദ്യ രാത്രിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ തോബിയാസിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലെ മനോഹരമായ പ്രാർത്ഥനയുണ്ടല്ലോ. തോബിയാസും സൈറായും കൂടി പ്രാർത്ഥിക്കുന്നത് സാത്താൻ ഇടം വരാതെ ദൈവഹിതം മാത്രം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മനോഹരമായ പ്രാർത്ഥന. അത് പ്രാർത്ഥിച്ചിട്ടാണ് അവർ ബെഡിലേക്ക് പോകുന്നതെന്ന്. അതോടൊപ്പം തന്നെ ചിലപ്പോഴൊക്കെ അവർ പ്രത്യേകിച്ച് ഈ ഒരു ഗർഭധാരണത്തിന് ചാൻസ് ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ ആ കാലഘട്ടമാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ബെഡിന് ചുറ്റും നടന്ന് കൊന്ത ചൊല്ലി ജെറീക്കോ പ്രയർ ചൊല്ലിയിട്ടൊക്കെയാണ് ഈ ഒരു വിശുദ്ധമായ പ്രക്രിയയിലേക്ക് കടന്നു പോകുന്നത്. ചിലർ പറയാണ് ഇതിന് ശേഷം ഈ ഒരു സെക്സിന് ശേഷം പോലും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കപ്പിൾ പറഞ്ഞ് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. വരുന്ന 24 hours അവർ നന്നായിട്ട് പ്രാർത്ഥനയിലായിരിക്കും. ഇതിന് ശേഷം പ്രത്യേകിച്ച് സാധിക്കുമെങ്കിൽ ദേവാലയത്തിലേക്ക് പോയി പറ്റുമെങ്കിൽ ദിവ്യകാരൻ ആരാധനയ്ക്ക് മുമ്പിലിരിക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? കാരണം ഈ സ്പേമും എഗ്ഗും കൂടി ചേർന്നൊരു കുഞ്ഞായി മാറുന്നൊരു സമയമുള്ള കൺസെപ്ഷൻ സംഭവിക്കുന്ന ഈ 24 hours ആ പ്രക്രിയ നടക്കുന്ന സമയം മുഴുവൻ വി മസ്റ്റ് ബി ഇൻ പ്രേയർഫുൾ ആൻഡ് ഹോളി സിറ്റുവേഷൻ. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ഇങ്ങനത്തെ ഒരു തിയോളജി സ്പിരിച്വാലിറ്റി എങ്ങും വായിച്ചിട്ട് പോലുള്ള ഒരു കുടുംബം പഠിപ്പിച്ചെന്ന വലിയ സുവിശേഷമായിരുന്നു. ഈ ഒരു വിശുദ്ധമായ ആക്ടിന് ശേഷം കോൺജിഗൽ യൂണിയന് ശേഷം നന്നായിട്ട് പ്രേയർഫുൾ ആയിരിക്കുക. അപ്പോൾ വിശുദ്ധരായ കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന്. പ്രിയപ്പെട്ട എൻ്റെ യങ് കപ്പിൾസ്, വിവാഹത്തിനൊരുങ്ങുന്നവരെ, നിങ്ങൾ ഈ വിശുദ്ധമായ സെക്സിൽ ഏർപ്പെടുന്നതിന് മുമ്പും പിൻപും അതൊരു ഒരു പ്രാർത്ഥനയുടെ അനുഭവമാക്കി മാറ്റണം. വെറും ശാരീരികമായ ആഗ്രഹങ്ങൾക്ക്. ബോബി അച്ഛൻ എപ്പോഴും പറയുന്ന നല്ലൊരു ഉദാഹരണമുണ്ട്. നിൻ്റെ ഹൃദയം കൊണ്ട് എൻ്റെ ഹൃദയത്തെ സ്പർശിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ഉടൽ കൊണ്ട് ഞാൻ എൻ്റെ ഉടലിനെ തൊടുന്നു. ദാറ്റ് ഈസ് സെക്സ്. അതാണ് ആ ലൈംഗികത എന്ന്. ഇപ്പോൾ നമുക്ക് ഒന്ന് ചേർന്ന് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്ന, വിവാഹമാണ് ദൈവവിളി എന്ന് അറിഞ്ഞിട്ട് അതിനായിട്ട് ഒരുങ്ങുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വിശുദ്ധിയിൽ ഒരുങ്ങാൻ സഹായിക്കണമേ. അതോടൊപ്പം തന്നെ വിവാഹ ജീവിതത്തിന് ആദ്യ നാളുകളിലായിരിക്കുന്ന ഹണിമൂൺ ഡേയ്സിലായിരിക്കുന്ന ഞങ്ങൾ കപ്പിൾസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയിലായിരിക്കാൻ സഹായിക്കണമേ. തകർച്ച നേരിടുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ, സംശയങ്ങളുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ, ബന്ധത്തിൽ വിള്ളലുകൾ ഓൾറെഡി വീണ് പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, നിൻ്റെ കരുണയുള്ള കരം നീട്ടി, ആണിപ്പാടുള്ള കരം നീട്ടി ഈ കപ്പിൾസിനെ തൊടണമേ. ക്ഷമിക്കാൻ കൃപ കൊടുക്കണമേ, മറക്കാൻ കൃപ കൊടുക്കണമേ. അങ്ങനെ വിശുദ്ധിയിൽ ഈ കുടുംബം വളർന്നു വരട്ടെ. പ്രത്യേകിച്ച് മക്കൾക്കായി ആഗ്രഹിക്കുന്ന ദമ്പതികൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരായ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. വർഷങ്ങളായിട്ട് കാത്തിരുന്ന് നിരാശയിൽ പെട്ടുപോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനേകം ഉദരങ്ങൾ തുറക്കപ്പെടട്ടെ, ഒത്തിരി മക്കൾ ജനിക്കപ്പെടട്ടെ. അങ്ങനെ കുടുംബങ്ങൾ വിശുദ്ധിയിലായി തീരട്ടെ. അമ്മേ മാതാവേ, ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛ, താങ്ക് യു സോ മച്ച്. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമുക്കിനിയും കാത്തിരിക്കാം. ടിൽ ദെൻ, ഗുഡ് ബൈ. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ അതിഥികൾക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഒരു ചെറുപൂ